ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് വെള്ളിയാഴ്ച നടക്കാൻ പോകുന്നത്. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം 89 മണ്ഡലങ്ങളിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ, കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13, മധ്യപ്രദേശിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടർമാർ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തും. അസമിലെയും ബീഹാറിലെയും 5 വീതവും, ഛത്തീസ്ഗഡിലെ 3, മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും 8 വീതം മണ്ഡലങ്ങളിലും, പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങളും രണ്ടാം ഘട്ട വോട്ടിങ്ങിൽ ജനവിധി എഴുതും. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞത് BJPയെ യഥാർത്ഥത്തിൽ അസ്വസ്ഥമാക്കിയിരുന്നു. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസിനാണോ BJPക്കാണോ തിരിച്ചടി ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. രാജസ്ഥാനിൽ നടത്തിയ 2 പ്രസംഗങ്ങളും വിവാദമായിട്ടും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ചു നിൽക്കുക തന്നെയാണ്. താമരക്കൊമ്പിലായിരുന്ന വോട്ട് ചോർന്നു പോകുമോ എന്നൊരു ആശങ്ക BJPക്ക് ഉണ്ടായതുകൊണ്ടാവാം അവിടെ അത്തരമൊരു പ്രസംഗം നടത്തിയത്. രണ്ടാം ഘട്ടത്തോടെ രാജസ്ഥാനിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. ഇവിടെ 12 സീറ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു. ഇവിടെ ശക്തി കുറഞ്ഞു എന്ന് BJPക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ ശക്തി തെളിയിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമം നടത്തുകയും ചെയ്യും. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാചകങ്ങൾ മുസ്ലിം വിഭാഗത്തിന് എതിരാണെന്ന തരത്തിൽ വലിയ ചർച്ചകളാണ് മാധ്യമങ്ങളിലടക്കം നടക്കുന്നത്. രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതാവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പറയാൻ ഉദ്ദേശിച്ചത്. അതേക്കുറിച്ച് അദ്ദേഹം പറയുകയും ചെയ്തെങ്കിലും മുസ്ലിം വിഭാഗത്തെ കോട്ട് ചെയ്തു എന്നതായിരുന്നു പ്രശ്നം. അതുകൊണ്ട് തന്നെ അതിലെ മുസ്ലിം ആംഗിൾ മാത്രമെടുത്ത് അവർ ചർച്ച ചെയ്തു. സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ രാജ്യത്തെ സ്വത്തും ക്ഷേമ പദ്ധതികളും ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിന് ചില മുൻതൂക്കങ്ങൾ കിട്ടുമെന്നർത്ഥം. ഇതിന്റെ ചില സൂചനകളാണ് നരേന്ദ്രമോദി പ്രസംഗത്തിൽ നൽകിയത്. എന്തായാലും ഇത് വിവാദമായതോടെ കേരളത്തിന് പുറത്ത് എങ്ങനെ ഇത് ചർച്ച ചെയ്യുമെന്നത് കാത്തിരുന്ന് കാണണം. രാജസ്ഥാനിലെ 25 മണ്ഡലങ്ങളിൽ 12 ഇടത്താണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ BJPക്ക് 4.5% പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയ മേഖലകൾ കൂടിയാണ് ഇത്. അതുകൊണ്ടാവാം വിവാദ പ്രസംഗത്തിന് പ്രധാനമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടമാകാതിരിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു എന്നതാണ് ഈ രണ്ടാം ഘട്ട വോട്ടിങ്ങിലെ മറ്റൊരു പ്രത്യേകത. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ രാഷ്ട്രീയ ചുവരിൽ നിന്ന് CPM എന്ന പേര് മാഞ്ഞു പോകാതിരിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടത്തണം. എന്ന് വെച്ചാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും CPMന് പരമാവധി വോട്ട് നേടിയെടുക്കണമെന്നർത്ഥം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്ന അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന 89 മണ്ഡലങ്ങളിൽ 62 ഇടത്തും BJP ആയിരുന്നു വിജയിച്ചത്. അന്ന് ഈ പറയുന്ന ഇന്ത്യ സഖ്യമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും ജയിച്ചത് കോൺഗ്രസും മറ്റ് സഖ്യങ്ങളുമൊക്കെ ജയിച്ചത് ഏതാണ്ട് 25 സീറ്റിലാണ്. അതിൽ 20 എണ്ണവും കേരളത്തിലായിരുന്നു എന്നർത്ഥം. അതായത് കേരളത്തിന് പുറത്ത് ആകെ ജയിച്ചത് 5 മണ്ഡലങ്ങളിൽ മാത്രം. അതുകൊണ്ട് തന്നെ UDFും LDFും കേരളത്തിൽ മത്സരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കാനാണെന്ന് BJP പച്ചയ്ക്ക് പറയുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ സഖ്യത്തിനായി കേരളത്തിന് പുറത്തെങ്ങും പ്രചാരണത്തിന് പോയില്ല. കാരണം അവിടെ കോൺഗ്രസും CPMും എല്ലാം ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നു. അതേ സ്ഥലത്ത് കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കേണ്ടി വരും. ഡിജിറ്റൽ മാധ്യമങ്ങളടക്കം വ്യാപകമായ ഈ കാലത്ത് അത്തരം പ്രചരണങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ BJPക്ക് സാധിക്കും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാവാം എന്തായാലും ഈ ഇടത് നേതാക്കൾ കേരളത്തിന് പുറത്തുപോയി കോൺഗ്രസിനെ പിന്തുണച്ച് സംസാരിക്കാത്തത്. എന്തായാലും ഇതൊക്കെ BJPക്ക് ഗുണം ചെയ്യുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ BJPക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന ജാട്ട് മേഖലയെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായും തിളങ്ങിയ ചരൺ സിംഗ് വോട്ട് രാഷ്ട്രീയത്തിലെ നിർണായക ഘടകമാണ്. ചരൺ സിംഗിന്റെ മകനായ അജിത് സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ് രാഷ്ട്രീയ ലോക്ദൾ. ജാട്ട് വിഭാഗത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായ ചൗധരി ചരൺ സിംഗിന്റെ പ്രതിച്ഛായ രാഷ്ട്രീയ ലോക്ദളിനും UPയിൽ ഗുണം ചെയ്തിരുന്നു. അതുകൊണ്ട്
പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് വിഭാഗത്തിനിടയിൽ പാർട്ടിക്ക് ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. ചരൺ സിംഗിനായി ഭാരതരത്ന നൽകി ആദരിച്ച ശേഷം തങ്ങൾ മാത്രമാണ് അർഹിക്കുന്ന ആദരം അദ്ദേഹത്തിന് നൽകിയതെന്ന് BJP പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും ഉയർത്ത മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ ഈ പടിഞ്ഞാറൻ മേഖലയായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഭാരതരത്ന നൽകിയ BJP നീക്കവും തുടർന്നുള്ള അവകാശവാദങ്ങളും വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇതുകൂടി മുന്നിൽ വച്ചാണ്. രാജ്യത്തെ കർഷകരെ ആദരിക്കുന്നതിന് തുല്യമാണ് ചരൺ സിംഗിനെ ആദരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമാജ്വാദി പാർട്ടിയും BJPയും തങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ചരൺ സിംഗിനായി പിടിവലി നടത്തുന്നതിന്റെ കാരണവും വോട്ട് രാഷ്ട്രീയം തന്നെ. 140 കോടി ജനങ്ങളുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഒരു ദിവസം 50 രൂപ പോലും വരുമാനമില്ലാത്ത 32 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതലുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം 35% നിന്ന് 65% വളർന്നു. ഇത് കഴിഞ്ഞ 2 പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റമാണ്. പാവപ്പെട്ടവന് പണക്കാരൻ്റെ കയ്യിലെ പണം പിടിച്ചെടുത്ത് കൊടുക്കും എന്നത് എക്കാലത്തെയും രാഷ്ട്രീയക്കാരുടെ ഹിറ്റ് ഡയലോഗാണ്. 2014 2019 അത്തരം വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നൽകിയിരുന്നു. അതായത് കള്ളപ്പണക്കാരുടെ പണം പിടിച്ചെടുക്കും, അങ്ങനെയെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 15 ലക്ഷം രൂപ വരെ നൽകുമെന്ന്. 2019 ആയപ്പോൾ നികുതി അടയ്ക്കാത്തവരെ അഴുക്കുള്ളിലാക്കുമെന്നും അവരുടെ പണം പിടിച്ചെടുക്കുമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ അതൊന്നും നടപ്പായില്ല എന്നതാണ് വാസ്തവം. ഭക്ഷ്യധാന്യങ്ങളുടെ വില 22% കൂടിയപ്പോൾ രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ വരുമാനം 12% മാത്രമാണ് കൂടിയത്. എന്ന് പറഞ്ഞാൽ കർഷകർ ഇന്നും പട്ടിണിയിൽ തന്നെ എന്നർത്ഥം. ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് പറഞ്ഞാണ് മിഷൻ സൗത്ത് ഇന്ത്യ ലക്ഷ്യമിട്ട് BJP പ്രവർത്തനങ്ങൾ നടത്തിയത്. കർണാടകയിലും BJPയുടെ കാര്യം പരുങ്ങലിലാകുമ്പോൾ കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ 28-ൽ 14 ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ കൈവിട്ട കർണാടക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ അനുഗ്രഹിക്കും എന്ന് നേതാക്കൾ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. നിലവിൽ BJP ഒരുപാട് പ്രതിസന്ധികളെ അവിടെ നേരിടുന്നു. കർണാടകയിലെ സിദ്ധരാമയ്യരുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റി ജനങ്ങളുടെ മുന്നിൽ നല്ല പിള്ള ചമയുന്നുണ്ട്. യെദ്യൂരപ്പയും മകനും നിയന്ത്രിക്കുന്ന BJPയും അവർക്ക് എതിർപക്ഷവും പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നു. ഈശ്വരപ്പയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് സദാനന്ദ ഗൗഡ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ എതിർപ്പ് വകവെക്കാതെയായിരുന്നു. അപ്പോൾ സിദ്ധരാമയ്യരുടെ വാഗ്ദാനമാണോ അതോ മോഡിയുടെ ഗ്യാരണ്ടിയാണോ കർണാടകക്കാർ വിശ്വസിക്കുക എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. BJPയിലേക്ക് ചേർന്ന JDS ഇത്തവണ മത്സരിക്കുന്ന 3 മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് HD കുമാരസ്വാമി അടക്കം മത്സരിക്കുന്നതിനാൽ JDSന്റെ നിലനിൽപ്പ് നിർണായകമാകും എന്നർത്ഥം. ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായ വെറും 1% ആളുകളുടെ സ്വത്ത് 377 ലക്ഷം കോടി വരുമെന്നാണ് പഠന റിപ്പോർട്ട്. ഇതിൽ 2% വെൽത്ത് ടാക്സ് എന്ന് പറഞ്ഞ് ചുമത്തിയാൽ തന്നെ ഒരു വർഷം 7.5 ലക്ഷം കോടി രൂപയുണ്ടാകും. ഇതേ പണക്കാരുടെ സ്വത്ത് സ്വാഭാവികമായും അടുത്ത തലമുറയിലേക്ക് കൈമാറാം. അതിന് 33% ഒറ്റത്തവണ ടാക്സ് ചുമത്തിയാൽ 6.25 ലക്ഷം കോടി രൂപയുണ്ടാകും. എന്ന് വച്ചാൽ ഒരു വർഷം 14 ലക്ഷം കോടി രൂപ സർക്കാരിന് ഈടാക്കാമെന്നർത്ഥം. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രഭാത് പട്നായിക്കിന്റെ കണക്കാണ് ഇത്. ഇതിൻ്റെ 1/3 എല്ലാവർക്കും പെൻഷൻ നൽകാനും തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തൊട്ടാകെ ഒരു വർഷം നടപ്പാക്കാനും കഴിയും. ഇത്തരം പഠനങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ BJP അത് പ്രാവർത്തികമാക്കുമോ എന്നത് കണ്ടറിയണം. എന്തായാലും കൊണ്ടും കൊടുത്തും വിവാദങ്ങളും അപവാദ പ്രചരണങ്ങളുമൊക്കെയായി 40 ദിവസത്തോളം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇടത് തരംഗമാണ് സംസ്ഥാനത്തെന്ന് ഇടതുമുന്നണിയുടെ നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഇടതു ഭരണത്തിനെതിരെ ശക്തമായ കാറ്റ് ആഞ്ഞടിക്കുമെന്നും 20 സീറ്റും തങ്ങൾ തൂത്തുവാരുമെന്നും പ്രഖ്യാപിച്ച് UDF
ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇടത് വലത് മുന്നണികളെ മടുത്ത കേരളത്തിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് BJP ഉറപ്പിച്ചു പറയുന്നു. ഇതിനായി 3 മുന്നണികളും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ തവണ BJPക്ക് വലിയ മേധാവിത്വമുണ്ടായ മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ടത്തിൽ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി അടക്കം വിവാദ പ്രസംഗം നടത്തിയതുകൊണ്ട് തന്നെ ഇത്തവണ കാറ്റ് ആർക്ക് അനുകൂലമാകുമെന്നത് പ്രവചിക്കാനാകാത്ത അവസ്ഥയാണ്.